ബിനോയ് വിശ്വത്തെയും സിപിഐയെയും വിമർശിച്ച സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാറിനെ തള്ളി ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സിപിഎമ്മും സിപിഐയും തമ്മിൽ സഹോദരതുല്യമായ ബന്ധമാണ്. അജയകുമാർ തിരുത്തണമെന്നും ബിനോയ് വിശ്വത്തെ പോലെ ഒരു നേതാവിനെ അറിയാതെ പോലും ആക്ഷേപിക്കരുതെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാലക്കാട് സിപിഎം സിപിഐ പോര് രൂക്ഷമാവുന്നതിനിടെയാണ് സിപിഐയെയും ബിനോയ് വിശ്വത്തെയും വിമർശിച്ച സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ എസ് അജയകുമാറിനെ തള്ളി സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു രംഗത്തെത്തിയത്. സിപിഐ സിപിഎം ബന്ധം സഹോദര തുല്യമാണ്. അതിൽ വിള്ളലുണ്ടാക്കുന്ന പ്രസ്താവനകൾ സിപിഎം അംഗീകരിക്കില്ല. അറിയാതെ പോലും ബിനോയ് വിശ്വത്തെ പോലെ ഒരു നേതാവിനെ ആക്ഷേപിക്കാൻ പാടില്ലെന്നും അജയകുമാറിന്റെ പ്രസ്താവന തിരുത്തുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. സിപിഐ സിപിഎം ബന്ധം എന്ന് പറയുന്നത് സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ഇടിവ് വരുത്തുന്ന ഒരു പ്രസ്താവനയും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്ത് വന്നാലും അത് പാർട്ടി തള്ളിക്കളയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് ബിനോയ് വിശ്വം. അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെയെല്ലാം അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റാണ്. ദീർഘകാലമായി സിപിഎം സിപിഐ പോര് തുടരുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ സിപിഎം പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു എസ് അജയകുമാർ സിപിഐക്കെതിരെയും ബിനോയ് വിശ്വത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിപിഎമ്മിനും, ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സിപിഐ മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സിപിഐക്കാർക്കുള്ളത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സിപിഐ. എസ് അജയകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നുൾപ്പെടെ രൂക്ഷ വിമർശനവുമായി സിപിഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ജനം, പാലക്കാട്.